ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ശ്രീമന്നാരായണീയ അക്ഷരപൂജ, അക്ഷരനൈവേദ്യം, നാരായണീയ മധുരം ഇന്ന് 31ാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് 4ാമത്തെ ദശകത്തിൽ 10 ശ്ലോകങ്ങളോട് കൂടിയതിനെയാണ് ദശകം എന്ന് പറയാറുള്ളതെങ്കിലും പട്ടേരിപ്പാടിൻ്റെ 100 ദശകങ്ങളിൽ ചില ദശകങ്ങൾ എണ്ണത്തിൽ കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ളൊരു ദശകമാണ് 4ാമത്തെ ദശകം. ഇതിൽ 15 ശ്ലോകങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. സംസ്കൃത വൃത്തമായ രഥോദ്ധത എന്ന വൃത്തത്തിലാണ് ഈ 4ാമത്തെ ദശകം. അഷ്ടാംഗയോഗവും തൽസിദ്ധിപ്രകാരവും എന്ന നാമത്തോടു കൂടിയിട്ടുള്ള ഈ ദശകം. പതിവ് പോലെ നമുക്കാദ്യം ശ്ലോകത്തെ ചൊല്ലാം, അതിനെ ഒന്ന് അനുസ്മരിക്കാം. തുടർന്ന് ആ ശ്ലോകം ഒരിക്കൽ കൂടി മനനം ചെയ്ത് ശ്രീഹരിയ പരിഭാഷ ചൊല്ലി നമുക്ക് സമർപ്പിക്കുകയും ചെയ്യാം. മറ്റ് ശ്ലോകങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വളരെ ചെറിയ ശ്ലോകങ്ങളാണ് ഇതിലുള്ളത് എന്നുള്ളതും പ്രത്യേകത അർഹിക്കുന്നു. കല്യതാം മമ കുരുഷ്വ താവതിം കല്യത്തെ ഭവദുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. ഹേ വരദ യയാ ഭവദുപാസനം, വരം നൽകുന്ന ഗുരുവായൂരപ്പ. ഇവിടെ
കല്യത്തെ മമ താവതിം കല്യതാം കുരുഷ്വ. എത്രമാത്രം ആരോഗ്യം കൊണ്ട് അവിടുത്തെ ഉപാസന ചെയ്യാൻ അടിയന് സാധിക്കുമോ അത്രമാത്രം, അത്രയും ആരോഗ്യം എനിക്ക് ഉണ്ടാക്കിത്തരണേ. കല്യത്തെ യയാ ഭവതുപാസനം കല്യത്തെ മമ താവതിം കല്യതാം കുരുഷ്വ എന്നാണ്. ഭവതുപാസനയ്ക്ക് എത്ര കണ്ട ആരോഗ്യം വേണോ അത്രയും ആരോഗ്യം എനിക്ക് ഉണ്ടാക്കിത്തരണേ. പുഷ്ടയാ അഷ്ടവിധയോഗചര്യയാ, പൂർണ്ണമായ അഷ്ടാംഗ യോഗാനുഷ്ഠാനം കൊണ്ട്, യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി, ഈ അഷ്ടാംഗയോഗം, ആ അഷ്ടവിധ യോഗചര്യ കൊണ്ട് ഭഗവാനെ ആശു തവ തുഷ്ടിം സ്പഷ്ടം ആപ്നുയാം, അവിടുത്തെ പ്രസാദം ഞാൻ നിശ്ചയമായും ഒരു വിളംബവുമില്ലാതെ ഒട്ടും വൈകാതെ ഞാൻ പ്രാപിക്കാൻ വേണ്ടത് ചെയ്യണേ, പ്രാപിക്കുമാറാകട്ടെ എന്നാണ്. മൂന്നാമത്തെ ദശകത്തിലെ അവസാന പദ്യത്തിൽ നിന്ന് വരദ എന്നുള്ളത് ഇവിടെ ചേർത്തു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ യോഗാംഗങ്ങളെ കുറിച്ച് പറഞ്ഞു, യമനിയമാദികൾ. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധമാണ് ആദ്യത്തെ ദശകത്രയം കൊണ്ട് പട്ടേരിപ്പാട് സംഗ്രഹിച്ചതെങ്കിൽ ഇപ്പതാ ദ്വിതീയ സ്കന്ധത്തിലെ 1ഉം 2ഉം അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുള്ള യോഗാനുഷ്ഠാനം ഈ ദശകത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. ഭാഗവത ധർമാനുഷ്ഠാനം സ്വന്തം ജീവിതത്തിൽ നിർവഹിക്കാൻ ഭഗവത് അനുഗ്രഹം കൊണ്ട് കഴിയണം എന്ന രൂപത്തിലാണ് മിക്കവാറും ശ്രീമദ് ഭാഗവത സംഗ്രഹം ഈ സ്തോത്രത്തിൽ നിർവഹിച്ചിട്ടുള്ളത്. ഭാഗവത ധർമാനുഷ്ഠാനം എന്താ? ഏകാദശ സ്കന്ധത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ അനുസൃത സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേതൽ എന്നാണ്. എല്ലാം നാരായണനായിട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ് ഭാഗവത ധർമാനുഷ്ഠാനം. അത് ജീവിതത്തിൽ പകർത്താൻ ഗുരുവായൂരപ്പ അവിടുത്തെ കാരുണ്യം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എത്ര കണ്ട് ആരോഗ്യം എനിക്ക് വേണോ അത്ര കണ്ട് ആരോഗ്യം തന്ന് അടിയനെ ഈ ഭാഗവത ധർമാനുഷ്ഠാനത്തിന് യോഗ്യനാക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പട്ടേരിപ്പാട്. കല്യതാം മമ കുരുഷ്വ താവതിം കല്യത്തെ ഭവതുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. ശ്രീഹരിയ പരിഭാഷ. ദേവാ നിന്നെ പൂജിക്കുവാൻ ആരോഗ്യമേനിക്കേകുകിൽ അവിടുത്തെ പൂജകനായി തീർന്നിടും നൂനം. 8 വിധ യോഗചര്യ സ്വായത്തമാക്കിയിടും ഞാനും ഇഷ്ടദേവനാകും നിന്റെ പ്രീതി നേടിയിടും. നാരായണ 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 രാധാഗോവിന്ദ. സർവത്ര നാരായണ നാമസങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.